ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ കുറച്ച് അടുക്കള പണി വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ ചായ തിളപ്പിച്ച് വെച്ചു, ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര ഒരു തരിയിട്ട് വെച്ചു, ചൂടാറാൻ വെച്ചേക്കാം കേട്ടോ ചായ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ഇന്നലത്തെ ഉരുളൻകിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തിക്ക്. അപ്പോൾ അതൊന്ന് ആ കുക്കറിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മാറ്റി വെച്ചു കേട്ടോ. കുക്കർ നമുക്ക് പരിപ്പ് കുത്തിക്കാച്ച ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അത് ചെയ്തു. എന്നിട്ട് ഞാൻ പരിപ്പൊക്കെ കഴുകി കുക്കറിലിട്ടിട്ട് അതൊന്ന് വിസിലടിക്കാൻ വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പരിപ്പ് കുത്തി കാച്ചെന്നാണ് ഇപ്പോൾ കറിയുള്ളത്. അപ്പോൾ നമ്മൾ മേലെ പോയിട്ട്, അതായത് നമ്മുടെ മേലെ നിന്നാൽ, ടെറസിൻ്റെ മേലെ നിന്നാൽ നമുക്ക് മുരിങ്ങല പൊട്ടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുരിങ്ങല നമുക്കൊരു തോരൻ വെക്കാൻ വിചാരിച്ചു. നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് മുരിങ്ങലയും തേങ്ങയും മുട്ടയുള്ള ദിവസം മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. ആദ്യമൊക്കെ ഞാൻ തേങ്ങ ഇട്ട് വെച്ചിരുന്നു. പിന്നെ നമ്മൾ ചീരയിൽ മുട്ടയൊക്കെ ഇട്ടിട്ട് അമ്മാമ്മയൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നത് കണ്ടിട്ട് എനിക്ക് അന്നൊന്നും അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുരിങ്ങല വെറുതെ നിന്നിട്ട് കുറേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്തുള്ള വീട്ടിലത്തെ ആൾക്കാർ വന്നിട്ടും നമ്മൾ യൂസ് ചെയ്തിരുന്നില്ല. സത്യത്തിൽ ഞാൻ യൂസ് ചെയ്തിരുന്നില്ല. പരിപ്പും മുരിങ്ങയിലും തേങ്ങ അരച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കുത്തി കാച്ചും വിടുക എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മുരിങ്ങയില എടുത്തിട്ട് അതിൽ തേങ്ങ നമ്മളൊന്നും ഇടുന്നില്ല. എനിക്ക് തേങ്ങ പൊളിക്കാൻ കുറച്ചൊരു വശക്കുറവുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട അതിൽ ഇതാക്കുക വെച്ചപ്പോൾ ഇത്രയും മുരിങ്ങയില ഞാൻ പൊട്ടിച്ചുവിട്ടു. ഒന്ന് വെന്ത് വരുമ്പോൾ, ചൂടായി വരുമ്പോൾ ഇത്രയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് മുട്ട കൊത്തി പിരിച്ചിട്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ ചൂടാറിയപ്പോൾ കപ്പിലേക്ക് വെച്ചിട്ട് ചായ കുടിച്ചിട്ട് അപ്പോഴാണ് നമ്മൾ ചായ കുടിക്കുന്നത്. സമയം അപ്പോഴേക്കും 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടല്ലേ, 9:05 ആയിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരു കറിയും ചോറൊക്കെ ആക്കിയെടുക്കണം. ചോറ് നമുക്ക് ഫ്രിഡ്ജിലുണ്ട് തിളപ്പിച്ച് ചുറ്റാൻ. പിന്നെ നമുക്ക് കുറച്ച് ചോറ് വെച്ചതുണ്ട്. അപ്പോൾ നഴ്സറിയിലേക്ക് മോൾക്ക് കൊടുക്കാതെ മതി. അപ്പോഴേക്കും നമ്മൾ മുരിങ്ങല എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണേ. ഇവിടെ വേറെ ആരും കഴിക്കില്ല, മോളും കഴിക്കില്ല. അപ്പോൾ മുരിങ്ങല അപ്പോഴേക്കും ഞാനൊന്ന് നന്നാക്കി എടുക്കാൻ നോക്കുകയാണ്. കുറച്ച് നന്നാക്കി, ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ മുരിങ്ങല അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വിസിലടിച്ചു വിടും. അപ്പോൾ ഞാൻ വിചാരിച്ചു മുരിങ്ങല ഒന്ന് ആദ്യം ഒന്ന് ചൂട്. നമ്മൾ മുരിങ്ങലയൊക്കെ നുള്ളൽ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിക്ക് ചോറല്ല, നമ്മൾ പൊറോട്ട ഉണ്ടായിരുന്നു ഇന്നലെ നൈറ്റ് മേടിച്ചത്. അപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്കത് പൊറോട്ട ഇഷ്ടമാണ്. അപ്പോൾ പൊറോട്ടയും ഉരുളൻകിഴങ്ങ് കറി ചൂടാക്കിയതും കൂടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുരിങ്ങല ചൂടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അതൊന്ന് കടുക് പൊട്ടിച്ചിട്ട് ചെറുതായിട്ട് എണ്ണയിൽ ഒന്ന് അവരാവി കയറ്റി എടുക്കുക എന്ന് പറയുമ്പോൾ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ മുട്ടയൊക്കെ കൊത്തിപ്പിരിച്ച് കുറച്ചും കൂടി ഒന്ന് ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടിട്ട് നമ്മളൊന്ന് വെറുതെ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടത്തോരനല്ല, മുട്ടയും മുരിങ്ങയിലും ഇട്ടിട്ടുള്ളൊരു തോരൻ എന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ അത് ശരിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ പരിപ്പ് കുത്തിക്കാച്ചി, അതിൻ്റെ ഇടയിൽ കുറച്ച് പപ്പടം നമ്മൾ വറുത്തെടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തേക്കുള്ള ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉച്ച വരെയുള്ള ഏകദേശം പണികളൊക്കെ നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ പണി. അപ്പോൾ